ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന ഏതൊരു തെരഞ്ഞെടുപ്പിലെയും വിശ്വാസ്യത തകർക്കുന്ന വാക്കുകളാണ് ജ്ഞാനേഷ് കുമാറിന്റെ പത്രസമ്മേളനത്തിലൂടെയും അദ്ദേഹത്തിന്റെ നിരവധിയായിട്ടുള്ള തെളിവുകളിലൂടെയും പുറത്തു വരുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടു എന്നും അതിനുശേഷം ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഒക്കെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിച്ചു എന്നും പ്രതിപക്ഷം സുപ്രീം കോടതിയെ ധരിപ്പിച്ചിരുന്നു. ഇതിന് വ്യക്തമായ തെളിവുകൾ ബൂത്ത് അടിസ്ഥാനത്തിൽ നടന്ന കള്ളവോട്ടുകളും അതിലെ ക്രമക്കേടുകളും ശക്തമായി തന്നെയായിരുന്നു പ്രതിപക്ഷം ഉന്നയിച്ചത്. എന്നാൽ ഈ വിഷയങ്ങളിലൊന്നും വ്യക്തമായൊരു ഉത്തരം ജ്ഞാനേഷ് കുമാറിന് കൊടുക്കാൻ കഴിഞ്ഞില്ല. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി കഷ്ടിച്ച് ഒരു മാസം മാത്രം ബാക്കി നിൽക്കെ അവിടെ വോട്ടധികാർ റാലി നടത്തുന്നത് രാഹുൽ ഗാന്ധി ആ സംസ്ഥാനത്തിന് വേണ്ടി മാത്രമല്ല, ഇന്ത്യയുടെ ഭാവിയെ കരുതിയാണ്. ഇന്ത്യൻ ജനാധിപത്യം തകർക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വലിയ തോതിൽ സംരക്ഷിക്കാൻ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങളെ ന്യായീകരിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയും കേന്ദ്ര സർക്കാരിന് സഹായം അധികാരത്തിൽ ഇരുന്നു കൊണ്ട് അവരുടെ ചൊൽപ്പടിക്ക് പെരുമാറുകയും ചെയ്യുന്ന സംവിധാനമാണ് ഇത് എന്നുള്ള യാഥാർത്ഥ്യം സുപ്രീം കോടതി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ കേസ് പരിഗണനയിൽ എടുക്കുന്നത് പോലും. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്ന പാനലിൽ നിന്നും എന്തിനാണ് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയതെന്ന് BR ഗവായി എടുത്തു ചോദിക്കുകയാണ്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് അതിനുള്ള അധികാരം പോലും ഇല്ല എന്ന രീതിയിൽ പാർലമെന്റിൽ നടപടിക്രമങ്ങൾ കൊണ്ടുവന്ന് ഭേദഗതി കൊണ്ടുവന്നത് കേന്ദ്ര സർക്കാരിന്റെ ദുഷ്ടലാക്കല്ലേ എന്ന് ചീഫ് ജസ്റ്റിസ് വീണ്ടും ചോദിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് മറുപടിയാണ് പറയാൻ കഴിയുക? ഒരു കള്ളത്തരം കാണിക്കാനുള്ള ലൈസൻസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യം ചോദിച്ചത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു വലിയ പ്രോസസ് ആണല്ലോ, അപ്പൊ സ്വല്പം തെറ്റുകളും പിശകുകളും ഉണ്ടാകും, അത് തിരുത്തി മുന്നോട്ട് പോകണം. അതല്ലാതെ അതിനെ മാത്രം ചൂണ്ടിക്കാണിച്ചു കൊണ്ടിരിക്കുകയല്ല പ്രതിപക്ഷ നേതാവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. 7 ദിവസത്തിനകം കൃത്യമായി പ്രതിപക്ഷ നേതാവ് സത്യവാങ്മൂലം കൊടുത്തില്ലെങ്കിൽ പരസ്യമായി മാപ്പ് പറയണം അവഹേളിച്ചതിന് എന്നാണ് പറഞ്ഞത്. രാഹുൽ ഗാന്ധി കൃത്യമായി പറഞ്ഞു, പോയി പണി നോക്കാൻ. ജ്ഞാനേഷ് കുമാർ എന്നല്ല, ഒരൊറ്റ മനുഷ്യനോടും ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് മാപ്പ് പറയേണ്ട കാര്യമില്ല. തെറ്റ് ചെയ്തെങ്കിലല്ലേ ഭയക്കേണ്ട കാര്യമുള്ളൂ. ജ്ഞാനേഷ് കുമാറിന്റെ മുൻഗാമിയായിരുന്ന രാജീവ് കുമാർ കാണിച്ചു വെച്ച ക്രമക്കേടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അദ്ദേഹം വിചാരണ നേരിടുകയും രാജ്യദ്രോഹ കുറ്റമാണ് ചെയ്തത് എന്ന തരത്തിലേക്ക് പോവുകയും ചെയ്യും എന്ന് മനസ്സിലായതോടെയാണ് രാജ്ക്ക് രാമാനൻ നാട് വിട്ടത്. ഇപ്പൊ മാൾട്ടയിലെ സുഖവാസമാണ്. ഇത്തരത്തിൽ തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ പിൻഗാമിയായ ജ്ഞാനേഷ് കുമാറും ചെയ്യാൻ പോവുക എന്ന് ഞങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്. വോട്ടധികാർ റാലി ജനലക്ഷങ്ങളുടെ നടുക്കൂടെ ബീഹാറിൽ ഒരു വലിയ തീജ്വാലയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ കരുത്ത് ഇപ്പോഴാണ് ജനങ്ങൾക്ക് മനസ്സിലായത്.